ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. നമുക്ക് പൊതുവേ നമ്മളുടെ മുഖ്യധാരയിലൊക്കെ തന്നെ കോർട്ട് മീൻസ് നമ്മുടെ ജുഡീഷ്യറിയെക്കുറിച്ച് പൊതുവേ ജനങ്ങളുടെ അവസാനത്തെ ഹോപ്പ്, അവസാനത്തെ പ്രതീക്ഷ, നമുക്ക് മറ്റെങ്ങും നീതി കിട്ടാത്തപ്പോൾ നമുക്ക് നീതി ലഭിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മളുടെ കോടതികളാണെന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. സിനിമയിലെ ഡയലോഗ് കൂടെ ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കാറുമുണ്ട്. നമ്മൾ പൊതുവെ മറ്റ് പല ചർച്ചകളിലും അല്ലെങ്കിൽ ഡിബേറ്റിലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഡയലോഗ്സ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്നുവെച്ചാൽ ഭരണകൂടത്തിൻ്റെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല, ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ, അതിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ള സിസ്റ്റത്തെ പോലൊക്കെ തന്നെ ഒന്നിനും സുപ്പീരിയർ ആയിട്ടുള്ള സ്ഥാനമൊന്നുമില്ല നമ്മളുടെ സംവിധാനത്തിൽ. ഇപ്പം പ്രധാനമായിട്ടും നമുക്കറിയാം, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ഈ മൂന്നിനും കൃത്യമായിട്ടുള്ള റോൾസ് ഉണ്ട്. അപ്പം മൂന്ന് പേരുടെയും റോളുകൾ അല്ലെങ്കിൽ പങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാൻ പറ്റുന്നതല്ല, ഓവർലാപ്പിങ്ങും അല്ല. കാരണം എക്സിക്യൂട്ടീവിൻ്റെ ടാസ്കുകളുണ്ട്, ലെജിസ്ലേച്ചറിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ജുഡീഷ്യറിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. കാരണം ഇതിൻ്റെ മൂന്നിൻ്റെ ബാലൻസിങ് ഒരു മെക്കാനിസമാണ് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും. നമ്മൾ രാജ്യത്തിൻ്റെ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ള നമ്മളുടെ ഒരു രാജ്യം എന്ന രീതിയിൽ നമ്മളുടെ കെട്ടുറപ്പും അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയും അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയൊക്കെ തന്നെ ഈ മൂന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ ഓർഗൻസ് നമുക്ക് പറയാൻ പറ്റും. ഈ ഓർഗൻസിൻ്റെ എഫിഷ്യൻസിയും ഹെൽത്തും അവരുടെ ഇഫക്റ്റീവായിട്ടുള്ള എന്താണ് നമ്മൾ പറയുന്നത്, റെസിലിയൻ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട ഒരു സംവിധാനമുള്ള രാജ്യമായി മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മൾ പൊതുവേ പൊളിറ്റിക്കൽ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒക്കെ തന്നെ. കാരണം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ, അതാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേന്ദ്രത്തിൽ പാർലമെൻറ്റും, അതായത് ലോ മേക്കിംഗ് ബോഡി, സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ജുഡീഷ്യറി. അപ്പോൾ ഈ ജുഡീഷ്യറി ഇന്ന് ഇന്ത്യയിൽ പൊതുവേ നമുക്കറിയാം, നമ്മളുടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വൈഡ് സ്പ്രെഡായിട്ട് എന്നുവെച്ചാൽ നമ്മളുടെ ഒരു ദിവസത്തെ ചർച്ചയുടെ നല്ലൊരു ഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗവും നമ്മളുടെ പൊളിറ്റിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ഈ ജുഡീഷ്യറി ഒഴിച്ച് ബാക്കിയുള്ള ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നതാണ്. ഇല്ല, നമ്മൾ ഒരിക്കലും ജുഡീഷ്യറിയെക്കുറിച്ച് ഒരു രീതിയിലുള്ള ചർച്ചകളും ഏതെങ്കിലും കേസുകളൊക്കെ നടക്കുമ്പോൾ ചർച്ചാ വിഷയമാറുണ്ട്. ടി വി ചാനൽസും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ നടക്കുന്നുണ്ട്, യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. കേസുകൾ അല്ല, ജുഡീഷ്യറിയെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ പ്രമാദമായിട്ടുള്ള ഏതെങ്കിലും കേസ് നമ്മളുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കേസുകളെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. ആ കേസുകളുടെ മെറിറ്റും അല്ലെങ്കിൽ ഡീമെറിറ്റും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാകാറുണ്ട്. പക്ഷേ ജുഡീഷ്യറിയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരിടത്തും ഒരു ചർച്ചയും നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ റെയറാണ്. അത് പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതിനെ ഒരു ഹോളി കൗ ആയിട്ടാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്, ഒരു വിശുദ്ധ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ യാതൊരു തരത്തിലുള്ള കറപ്ഷനുമില്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത മറ്റുള്ള സിസ്റ്റത്തെക്കാളെല്ലാം വളരെ മെച്ചപ്പെട്ട എന്നൊക്കെ പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ അങ്ങനെ വെച്ചിരിക്കും. പക്ഷേ അങ്ങനെയല്ല സത്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതകളുണ്ട്.
കാരണം നമുക്കറിയാം ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റു സ്റ്റേറ്റിൻ്റെ സിസ്റ്റം പോലെ തന്നെ നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഇൻസെപ്പറബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു അധികാര സംവിധാനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ മറ്റ് സംവിധാനങ്ങൾക്ക് ഉണ്ടാകാവുന്ന നല്ലതും ചീത്തയും ഒക്കെ തന്നെ ഈ പറഞ്ഞ സംവിധാനത്തെയും തീർച്ചയായിട്ടും ബാധിക്കും. കാരണം നമുക്കിപ്പോൾ ഒരു മനുഷ്യൻ, നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇപ്പോൾ നമ്മുടെ ഹാർട്ട്, ഒരു വ്യക്തിയുടെ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ ലിവർ വളരെ രൂക്ഷമായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ വ്യക്തി ടോട്ടലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റ്, ഭയങ്കരമായിട്ട് ഈ ഹാർട്ട് പ്രോബ്ലം ഉള്ള, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ലിവർ, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും നമ്മളുടെ ബ്രെയിൻ ഡാമേജ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ഓർഗൻസ് ആണല്ലോ. ഇതിലേതെങ്കിലും ഓർഗൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഓർഡർ ആകുകയാണെങ്കിൽ, എന്നുവെച്ചാൽ നമ്മൾ ഒരു വ്യക്തി അങ്ങനെ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും ഞാൻ വളരെ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ എൻ്റെ കിഡ്നി രണ്ടും അടിച്ചുപോയി, വളരെ വീക്കാണ്, ഒരു രക്ഷയില്ല, പക്ഷേ ഐ ആം സോ ഹെൽത്തി എന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു കണ്ടീഷനില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇപ്പോൾ നമ്മുടെ ഈ വിരലിൽ നമുക്കൊരു പരിക്ക് പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ഒന്നും ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുകയോ, ഒരു ചെറിയ മുറിവ്, സാധാരണ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുന്ന മുറിവ്, അരിച്ചതവൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ അത് വലിയതായിട്ട് ബാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഹാർട്ട് വീക്കാവുകയോ, കിഡ്നി വീക്കാവുകയോ, അല്ലെങ്കിൽ അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് വീക്കാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം എഫിഷ്യൻസിയെ, പെർഫോമൻസിനെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഹി ഓർ ഷീ ഈസ് ടോട്ടലി സ്ട്രോങ് അല്ലെങ്കിൽ ഹെൽത്തി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരത്തില്ല എന്തായാലും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ തന്നെ അവസ്ഥ നടന്നത്. ഇപ്പം വളരെ കറപ്റ്റായിട്ടുള്ള, നമുക്കറിയാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എവിടെയും കറപ്റ്റാണെന്നറിയാം. എന്ന് വെച്ചാൽ സർക്കാർ, ഗവൺമെൻറ് കറപ്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചും കറപ്റ്റാണെന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ നമ്മുടെ MLA മാരും MP മാരും ഒക്കെ വരുന്ന, നമ്മുടെ മന്ത്രിമാരും ഒക്കെ വരുന്ന, നമ്മുടെ പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സംവിധാനമാണ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും കറപ്റ്റാണെങ്കിൽ ഈ ജുഡീഷ്യറി മാത്രം ടോട്ടലി കറപ്റ്റ് അല്ലാതാകുമോ എന്ന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരാണ്. ഇതെല്ലാം അധികാരത്തിൻ്റെ തലങ്ങളാണ്, അധികാരത്തിൻ്റെ ഇടങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കറപ്റ്റ് ആകാനുള്ള സാധ്യത 100% അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലും ഉള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രായോഗിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ജുഡീഷ്യറി ഒരു ഹോളി കവൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ മറ്റു സംവിധാനങ്ങൾക്ക് കിട്ടാവുന്ന പരിക്കുകളെല്ലാം തന്നെ ജുഡീഷ്യറിക്കും ലഭിക്കും. മറ്റ് സംവിധാനങ്ങൾക്കുണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ്, പ്രതികൂലവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ തന്നെ ജുഡീഷ്യറിക്കും. കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എല്ലാവരും ഇരിക്കുന്നത്. ആരും ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, മനുഷ്യരാണ് തീർച്ചയായിട്ടും. പിന്നെ വ്യത്യാസം പറഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രത്യേക സ്ട്രീമിൽ അവരെ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആ സ്ഥലത്ത് പൊസിഷൻ അവർ ഒക്കുപ്പൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞാൽ അത് കറപ്ഷൻ ഇല്ലാത്ത, ഇപ്പോൾ കറപ്ഷൻ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് കറപ്ഷൻ പല രീതി സംഭവിക്കാം. ഓക്കെ, അതെല്ലാം ഇവിടുത്തെ ടോപ്പിക് വന്നാൽ ഞാനൊരു ടോപ്പിക്കിലേക്ക് വന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അത് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തു നിന്നാണ്. നമുക്ക് ഇപ്പം ഉദാഹരണം, നമ്മൾ നേരത്തെ നമ്മളുടെ സുപ്രീം കോർട്ട് ജഡ്ജായിട്ട് വിരമിച്ച, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മാർക്കണ്ഡേയ കഡ്ജു എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം പുള്ളി ഇതുപോലെ വളരെ എന്താണ് പറയുന്നത്, ഈ ഓണസ്റ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറി ഏകദേശം, അതിന് കൃത്യമായിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ അദ്ദേഹം നല്ല അറിവും അല്ലെങ്കിൽ അതുപോലെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇത്രയും നാൾ ജോലി ചെയ്ത അല്ലെങ്കിൽ അതിനകത്തിൽ ഇൻവോൾവ് ചെയ്തൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. പൊതുവേ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഇതുപോലെ തന്നെ ഈ ടോപ്പ് പൊസിഷനിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറി കറപ്റ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പേഴ്സൻ്റെയും പുള്ളി വന്നിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അളന്നിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും പുള്ളി പറഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 40% അങ്ങനെ 40 to 50% ഇന്ത്യൻ ജുഡീഷ്യറി കറപ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്തിൽ പ്രത്യേകിച്ച് അതിശയോക്തിയോ തെറ്റുകളോ ഒന്നും നമ്മൾ കാണുന്നില്ല.
കാരണം അത് തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം ഇതെല്ലാം മൂടി വെക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും സംവിധാനമായതുകൊണ്ടും പൊതുജനങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെ ഹോളി കവായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള സത്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ജുഡീഷ്യറി കറപ്റ്റാണ്, ജുഡീഷ്യറിക്ക് അതിൽ കറപ്ഷനുണ്ട്, ജുഡീഷ്യറിക്ക് അതിൽ എല്ലാ വിധത്തിലുള്ള ഇനെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. കാരണം ഡേറ്റ സ്പീക്സ് ഇല്ലേ, ഡേറ്റ കാര്യങ്ങളെ തുറന്നു കാട്ടില്ല തീർച്ചയായിട്ടും തന്നെ. ഓക്കെ, ഇവിടുത്തെ ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തെ വളരെ ഈ തീവ്രവാദം എത്രത്തോളം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് പറയുന്നത് വളർച്ചയൊക്കെ ബാധിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വലിയ വിഷയമാണ് ശരിക്കും. നമുക്കറിയാം ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ആ ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാവുന്നുണ്ട്. നമുക്കിപ്പോൾ വ്യക്തികളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷേ സിസ്റ്റത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലേ. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് ആ പൊളിറ്റീഷ്യനെ മാറ്റാം, അല്ലെങ്കിൽ ഒരു ലീഡറെ നമുക്ക് മാറ്റാം, പക്ഷേ നമുക്ക് ആ സിസ്റ്റത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അതുപോലെ തന്നെ നമുക്ക് ജുഡീഷ്യൽ സിസ്റ്റത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷേ ആൾക്കാരെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും നമ്മുടെ ജുഡീഷ്യറിയിൽ സംഭവിക്കുന്നില്ല. കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചിൽ നമ്മൾ കാണുന്ന ഉള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ജുഡീഷ്യറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡീമെറിറ്റ്, നമ്മുടെ സിസ്റ്റം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിട്ടുള്ള മനാൻ കുമാർ മിശ്ര എന്ന് പറയുന്ന വ്യക്തി തന്നെ വളരെ അടുത്ത ദിവസം പുള്ളി ഡിസ്ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വെളിപ്പെടുത്തി ഏറ്റവും വലിയൊരു ഷോക്കിംഗ് എന്നാണ് പറയുന്നത് ഒരു ന്യൂസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇന്ത്യയിലെ ഈ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സുമാരുടെ കൂട്ടത്തിൽ 35 മുതൽ 40% വരെ വരുന്ന ആൾക്കാർ ഫേക്ക് ഡിഗ്രി ആയിട്ട്, അതായത് വ്യാജ ഡിഗ്രിയുമായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പുള്ളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലോയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും സുപ്രീം അപ്പെക്സ് ബോഡിയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. കാരണം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തില്ലല്ലേ. അപ്പോൾ ആ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ തന്നെയാണ് ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് പുറത്ത് പറയുന്നത്. അതായത് 35% മുതൽ 40% വരെ ഇന്ത്യയിലെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള കോടതികളിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുമാരുടെ കൂട്ടത്തിലെ 35 മുതൽ 40% വരെ ഫേക്ക് ഡിഗ്രി ഹോൾഡേഴ്സാണ്. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഡിഗ്രി LLBയുടെ കാര്യമായിരിക്കും പറയുന്നത്. എന്നുവെച്ചാൽ നേരായിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സല്ല, ശരിയായ രീതിയിൽ പഠിച്ച് പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് കൈവശം അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത ആൾക്കാരല്ല ഈ 35 മുതൽ 40% ആൾക്കാരെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടാണ്, വളരെയധികം ഷോക്കിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നതെങ്കിൽ തന്നെ എത്രയോ കാലമായിട്ട് ഈ ഒരു സംവിധാനം തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം ക്യാൻസറിനെ നമ്മളിപ്പോൾ ഡയഗ്നൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴല്ല നമ്മുടെ ശരീരത്തിൽ വരുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ശരീരത്തിനെ അത് ആക്രമിച്ചു തുടങ്ങിയിരിക്കും. അങ്ങനെയാണ് ഏത് സിസ്റ്റത്തെ സംബന്ധിച്ചും ഏത് സിസ്റ്റത്തെ സംബന്ധിച്ചും നമ്മൾ കാണുന്ന അതിൻ്റെ എന്താണ് പറയുന്നത് അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോരായ്മകൾ പെട്ടെന്നുണ്ടാകുന്നില്ല. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് വർഷങ്ങളായിട്ട് ആ സിസ്റ്റത്തിൽ ആരംഭിച്ച് പതുക്കെ വളർന്ന് വലിയ ക്യാൻസറായിട്ട് മാറുന്ന അവസ്ഥാവിശേഷമാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 35 മുതൽ 40% വരെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലിപ്പോൾ ഏകദേശം റഫ്ലി 20 ലക്ഷത്തിന് മുകളിൽ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അത് ഗവൺമെൻറ് കഴിഞ്ഞ വർഷം 2025 കണക്കാണ്, ലോ മിനിസ്റ്റർ തന്നെ പുറത്ത് വിട്ടൊരു കണക്കനുസരിച്ചിട്ട് 20 ലക്ഷത്തിൽ കൂടുതൽ, 20 ലക്ഷം സംതിങ്, 21 ലക്ഷമില്ല, 20 ലക്ഷവും പിന്നെ കുറേ 20 ലാക്ക് സംതിങ്, 20 ലാക്ക് പ്ലസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന അഡ്വക്കേറ്റ്സുമാരിലാണ് ഈ പറഞ്ഞ 35-40%. 40% എന്ന് പറയുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിൻ്റെ 40 എന്ന് പറയുമ്പോൾ 4-8 ലക്ഷത്തോളം പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ 8 ലക്ഷത്തിൽ കൂടുതൽ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ശരിയായിട്ടുള്ള ഡിഗ്രി ഫേക്കായിട്ടുള്ള ഡിഗ്രി കൈവശം വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യൻ ജുഡീഷ്യറിൽ. എന്നുവെച്ചാൽ നമ്മളൊക്കെ കൊണ്ടുപോയി നമ്മുടെ കേസ് വാദിക്കാൻ വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പല വക്കീലന്മാരും ഇന്ത്യയിൽ ഓൾ ടുഗദർ അതിനകത്തിൽ
ഈ പറഞ്ഞ പല വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ഡിഗ്രി വെച്ചിട്ടുണ്ട്. നമ്മളെന്തിനാണ് ഫേക്കായിട്ടുള്ള ഡിഗ്രിയെ നമ്മൾ ആശ്രയിക്കുന്നത്? കാരണം നമുക്ക് അതിൻ്റെ വഴിയെ പോയി നമുക്ക് പഠിച്ച് പരീക്ഷ പാസ്സാകാൻ കഴിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വെച്ചാൽ ഫേക്കായിട്ടുള്ള ഡിഗ്രിയെ. കാരണം ഇന്ത്യയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഏതോ യൂണിവേഴ്സിറ്റിയുടെയും IITയുടെയും IMAയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. തീർച്ചയായിട്ടും ഏത് സർട്ടിഫിക്കറ്റും കിട്ടാൻ പ്രയാസമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിൽ തീർച്ചയായിട്ടും ലോയേഴ്സ് തീർച്ചയായിട്ടും ഇത്രയും ശതമാനം ഫേക്കായിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല നമുക്ക്. കാരണം ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞില്ല, മുംബൈയിൽ പോയാലും UPയിൽ പോയാലും ബീഹാറിൽ പോയാലും ഈവൻ കേരളത്തിൽ ഒക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ തമിഴ്നാട്ടിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ അതുപോലുള്ള എന്താണ് പറയുന്നത് ക്രെഡൻഷ്യൽസും ഒക്കെ ഉണ്ടാക്കി നൽകുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം വലിയ റാക്കറ്റുമാണ് ശരിക്കും പറഞ്ഞാൽ. മൾട്ടി ബില്യൺ റുപ്പിയുടെ വലിയ റാക്കറ്റുമാണ്, മാസീവായിട്ടുള്ള റാക്കറ്റുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ 20 ലക്ഷത്തിന് മേളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 58,000 ഇപ്പോൾ. പക്ഷേ അതിനെ ഇത് ഒരു കഴിഞ്ഞ വർഷത്തെ കണക്കാണ്, കൃത്യമായിട്ട് ഇപ്പോഴത്തെ കണക്ക് ലഭ്യമല്ല. ഏകദേശം 60,000 കൂട്ടുക. കേരളത്തിലൊരു 60,000-തോളം പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഉണ്ടാകും. അപ്പോൾ കേരളത്തിലും തീർച്ചയായിട്ടും കാണും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു അംശം കേരളത്തിലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അത്രയും ഒരുപക്ഷെ രൂക്ഷമായിരിക്കത്തില്ല കേരളത്തിലെ വിഷയം. എന്നാൽ തന്നെയും തീർച്ചയായിട്ടും ഉണ്ടാകാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പല രാഷ്ട്രീയക്കാരും കണക്കിലെടുക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമ്മളെടുക്കുമ്പോൾ പലരുടെയും വിദ്യാഭ്യാസ യോഗ്യതയുടെ BA LLB എന്നോ MA LLB എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അങ്ങനെയുള്ള LLB ഒക്കെ തന്നെ ജെന്യുൻ ആണോ ഒതൻറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 20 ലക്ഷത്തിന് മുകളിലുള്ള പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്മാരിൽ 35-40% വരെ ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളതാണ് BCI, അതായത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ് ഇത് വരുന്നത്, മനസ്സിലായല്ലോ. അന്നേരമൊന്നും അവർക്കിതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാനോ സ്കാൻ ചെയ്യാനോ റാങ്ക് ചെയ്യാനോ റേറ്റ് ചെയ്യാനോ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് അവർക്ക് തന്നെ പുറത്ത് വിടേണ്ടി വന്നത്. അപ്പോൾ ഈ സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് പറയുന്നത് BCI ഇതിന് കാര്യമായിട്ടുള്ള ശ്രമമൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതുകൊണ്ട് CBIക്ക് ഈ കേസ് വിട്ടിട്ട് CBI ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യം പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ളൊരു കാര്യമെന്നാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള വ്യക്തി പറയുന്നത്. അപ്പോൾ നമ്മുടെ കോടതിയുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ വിഷയം ഇത് മാത്രമല്ല. നമുക്കറിയാം ഏകദേശം ഈ ഇന്ത്യൻ ജുഡീഷ്യറി 3 ലെവലായിട്ടുണ്ടല്ലോ. ഒന്ന് ഡിസ്ട്രിക്ട് കോർട്സും ലോവർ കോർട്സും, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ ഹൈക്കോർട്സ്. കാരണം സംസ്ഥാനങ്ങളെല്ലാം ഹൈക്കോർട്ടുകളുണ്ട്. അപ്പോൾ ഹൈക്കോർട്സ്, പിന്നെ സുപ്രീം കോർട്ട്. അപ്പോൾ ഈ 3 ലെയറായിട്ട് അല്ലെങ്കിൽ 3 ഹൈറാർക്കി 3 ലെയറായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ ഈ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തം രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ഇന്ത്യക്കാരൻ തല ഇറങ്ങി താഴെ വീഴും. ഏകദേശം ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 5,40,00,000 അടുത്ത് അല്ലെ 5,40,00,000 പരം കേസുകൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പെൻഡിങ് ആയിട്ടുണ്ട്, കെട്ടിക്കിടപ്പുണ്ട്. എന്നുവെച്ചാൽ തീർപ്പ് കൽപ്പിക്കാതെ, എന്നുവെച്ചാൽ ദീർഘകാലമായിട്ടുള്ള കേസുകളും ഒക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ എല്ലാം കൂടെ 5,40,00,000 പരം കേസുകൾ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തവും തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ 10, 250, 300 വർഷങ്ങളോളം വേണ്ടി വരുമെന്ന് നമ്മളെവിടെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും എന്താണ് നമ്മളിതിനെ വിളിക്കുന്നത്? നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും സംവിധാനങ്ങളൊക്കെയാണ്. ജനങ്ങൾ പൊതുവെ നമുക്ക് കാണാൻ കഴിയാത്തതും ഇതുവരെ അറിയാൻ കഴിയാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ ഒത്തിരി ഹിഡനായിട്ടുണ്ട്. കാരണം അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഫേക്ക് ഡിഗ്രിയുടെ കാര്യം മാത്രത്തിലല്ല, ഈ പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ. അപ്പോൾ ഇത്രയും ഇത് കേസുകൾ പെൻഡിങ് ഉണ്ടാകുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളല്ലത്. ഇവിടുത്തെ പൗരന്മാരല്ല ഇതിന് കാരണക്കാർ. നിങ്ങളോ ഞാനോ നമ്മളെപ്പോലുള്ള പൗരന്മാരോ അല്ലെങ്കിൽ സാധാരണ വ്യക്തികളല്ല ഇതിന് കാരണക്കാർ.
പിന്നെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാര തലപ്പത്തിരിക്കുന്ന കാലാകാലങ്ങളായിട്ട് അധികാര തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം നമുക്കറിയാം രാജ്യം പുരോഗമിക്കുന്തോറും അതിൻ്റെ സംവിധാനങ്ങളെ അതിനനുസരിച്ച് കൃത്യമായിട്ട് വളരെ എന്താ പറയുന്നത് ഈ കാലത്തിനനുസരിച്ച് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് തുനിയാതെ തീർച്ചയായിട്ടും നമ്മളിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇതും നമ്മുടെ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് പറയുന്നത് ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ത്യ എത്രത്തോളം നമ്മൾക്ക് ഒരു സാമ്പത്തിക വളർച്ചയുള്ള വികസിത രാജ്യമാകുവാൻ ഈ പറഞ്ഞ അവസ്ഥകൾ വെച്ചുകൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെല്ലാം തന്നെ തീർച്ചയായിട്ടും ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ജുഡീഷ്യറിയെ കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നടക്കത്തുള്ളൂ. കാരണം സമ്പദ് വ്യവസ്ഥ വളരുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കോർപ്പറേഷൻസ്, ബിസിനസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ആർബിട്രേഷൻസ്, ലീഗൽ കാര്യങ്ങളൊക്കെ തന്നെ സമയോചിതമായിട്ട് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റം നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയൊക്കെ തന്നെ അത് വളരെ മോശമായിട്ടും ദോഷകരമായിട്ടും ബാധിക്കുന്നൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും കേസുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ടാക്സ് പേയേഴ്സിൻ്റെ മണിയിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് നികുതി പണത്തിലൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വലിയ ഒരിക്കലും ഇതുവരെ പൊതുമാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒന്നും തന്നെ ആരും ചർച്ച ചെയ്യാതെ ഇതിങ്ങനെ ഹിഡനായിട്ട് കിടക്കുന്നത്. കാരണം ഇത്രയും കേസുകൾ ഈ ഒരു സിസ്റ്റത്തിനകത്തില്ല. കേസെന്ന് നമ്മൾ പറയുമ്പം ട്രാൻസാക്ഷൻ നമുക്ക് പറയാം, ക്രയവിക്രയങ്ങൾ എന്നുവെച്ചാൽ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്ന ക്രയവിക്രയങ്ങൾ എത്രത്തോളം നമ്മളുടെ വിഭവങ്ങളെ ഇത് കാർന്നു തിന്നുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരിടത്തൊരു ചോദ്യമില്ല, ഉത്തരവുമില്ല, അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റുമില്ല, ഒരു ധവളപത്രവുമില്ല. നമ്മുടെ പാർലമെൻറ്റിൽ ആരും ചോദ്യം ചെയ്യുന്നില്ല, പാർലമെൻറ്റിൽ ആരും ഉത്തരവും നൽകുന്നില്ല. കേസുകളുണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര ജുഡീഷ്യൽ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് നമുക്കുണ്ടാക്കി വെക്കുന്ന ഇക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ എത്രത്തോളമാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല, നമുക്കറിയാം ഏതൊരു മേഖലയിലായാലും ശരി നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എത്രയും വേഗം നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ ആയാലും, ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് തന്നെ, ഇപ്പോൾ ഒരു കേസ് എന്നൊരു പ്രോജക്റ്റായിട്ട് തന്നെയാണ് കൂട്ടിക്കുക. അപ്പോൾ ഇത്രയും കേസുകൾ എന്ന് പറയുമ്പം അതൊരു മാസീവായിട്ടുള്ള പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം പ്രോജക്റ്റ് സമയോചിതമായിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടും, അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് കൂടും, ഒത്തിരി കൂടും, കോസ്റ്റ് എസ്കലേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ എന്താണ് പറയുന്നത് കീറാമുട്ടിയായിട്ട് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ എത്രത്തോളം അത് കാർന്നു തിന്നുന്നു എന്നുള്ളത് വളരെ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആരും ഇതിനൊക്കെ പരിഹാരം കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെങ്ങും ആരും ഇതിന് പരിഹാരം കാണാനില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകും. നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടും നമ്മളുടെ സ്വത്തും വിഭവങ്ങളും ചൂഷണം ചെയ്തുകൊണ്ടും ഈ സംവിധാനങ്ങളെല്ലാം ഇതുപോലെ തന്നെ നിലനിന്ന് മുമ്പോട്ട് പോകുമെന്ന് മാത്രമേ നമുക്ക് തൽക്കാലം പറയാനുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു ടോപ്പിക്ക് വേണ്ടി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.